ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം മതി, ഒരുപാട് മെത്ത ഒഴിക്കാം വെള്ളം. അതിനുശേഷം നമുക്ക് ഉപ്പിടാം. കുറച്ച് മതി. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. ചില ആൾക്കാർ നമ്മൾ ഈ കപ്പ ഉപ്പിട്ട് കഴിഞ്ഞാൽ കപ്പ വേകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല, ഞങ്ങൾ കപ്പയിൽ ഇടും. അപ്പോൾ നമുക്കിനി അടുപ്പത്ത് വയ്ക്കാം. തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. ഇനി മൂടി വയ്ക്കാം. ഇനി നമുക്ക് വേവുന്ന വരെ നോക്കാം. കപ്പ വേവിച്ച് വെച്ചു. ഇതാണ് വേവിച്ച് വെച്ചത്. നല്ല പുകയാണ്, അതുകൊണ്ട് ഈ ഗ്രെയിൻസ് പോലെയൊക്കെ വരുന്നു. ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു കേട്ടോ. നമുക്ക് കറി വയ്ക്കാം. ഗൈസ്, ഇവിടെ നല്ല മഴയാണ് ഗൈസ്. നമുക്ക് ഇനി കപ്പത്തോരൻ വയ്ക്കാം. കപ്പത്തോരത്തിന് ചീരയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വരുന്നുണ്ട് വെളിച്ചെണ്ണ. കയ്യിലേക്ക് കുറച്ച് കടുകിടാം. കടുക് തിളച്ച് വരുന്നു. വെളിച്ചെണ്ണ തിളച്ച് വരുന്നു. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില, കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമുക്ക് ഉള്ളിടാം. ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ബ്രൗൺ കളറായി.